എൻ്റെ പേര് സ്റ്റെഫി, കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. 2019 നവംബർ 31 എൻ്റെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടാകുന്നത്. അതായത് എൻ്റെ രണ്ടാമത്തെ മകനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 11 ആഴ്ചയായപ്പോഴത്തേക്ക് ഹെവി ബ്ലീഡിങ് ആയി. അങ്ങനെ ബ്ലീഡിങ് ആയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു 50-50 ചാൻസേ ഉള്ളൂ. കാര്യം യൂട്രസിൻ്റെ ഏതാണ്ട് പകുതി ഭാഗത്തോളം ബ്ലഡ് ക്ലോട്ട്സ് ആണ് കിടക്കുന്നത്. അങ്ങനെ ബെഡ് റെസ്റ്റ് പറഞ്ഞു. അഡ്മിറ്റ് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. ബെഡ് റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഏകദേശം 1 മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഡിസംബർ 1 തൊട്ട് ഞാൻ ബെഡ് റെസ്റ്റാണ്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കൃപാസനത്തിലെ സാക്ഷ്യം കിടക്കുന്നത് കണ്ടതും വീണ്ടും ഞാൻ ഈ ടെസ്റ്റ് മണി എല്ലാം കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു അനുഗ്രഹം കിട്ടുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് തോന്നി. ആ കിടപ്പിലെല്ലാം ഞാൻ കരഞ്ഞ് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലൊന്നും അറിയത്തില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഈ കൃപാസനത്തെ പറ്റി അറിയാം. ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലെങ്കിലും അമ്മ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും, ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. എല്ലാ ദിവസവും കൃപാസനം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയും ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ക്രിസ്മസിന് മുമ്പ് ഡിസംബർ 25 മുമ്പ് എൻ്റെ മകൾക്ക് ഇത് സുഖപ്പെട്ട് ജോലിക്ക് തിരിച്ചു കയറാൻ കഴിയണേ എന്നാണ് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഡിസംബർ 23 ആയപ്പോൾ എനിക്ക് രാത്രിയായപ്പോഴത്തേക്ക് ഭയങ്കര അബ്ഡോമിനൽ പെയിനായി, ഹെവി ബ്ലീഡിങ് ആയി. ഞാൻ ഓർത്ത് ഇത് അബോഷനായി പോയി. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ രാവിലെ സർജറിക്ക് DNCക്ക് പോകാമെന്ന് കരുതിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു ഓൾറെഡി യൂട്രസിൽ കിടന്ന ക്ലോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട്, പഴയ കിടന്ന ക്ലോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു പോയതാണ്. എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. ഈ 23-ാം തീയതി രാത്രി തന്നെ എൻ്റെ അമ്മ എൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയുടെയും കൂടെ കാനഡയിലാണ്. അപ്പോൾ അവിടെ ഇരുന്നാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അമ്മ രാത്രി സ്വപ്നം കണ്ടത് ഒരു വലിയ വണ്ടിയാണ്, ഒരു ബസ്സോ എന്തോ ആണ്. അമ്മയ്ക്കതിൽ കയറാൻ പറ്റുന്നില്ല. പക്ഷേ കുറേ സ്ത്രീകൾ കുറേ ഈ ബ്ലഡ് ക്ലോട്ട്സ് ഇങ്ങനെ ഒരു തുണിക്കകത്ത് വാരിക്കൊണ്ട് വരുന്നു. അപ്പോൾ അതിന് പുറത്തൊരു കിണർ കാണുന്നു. കിണറിൻ്റെ അവിടെ നമ്മുടെ കൃപാസന മാതാവ്, ചാര കളറിലുള്ള മാതാവ് ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ആ ദിവസം അതേ സമയം എൻ്റെ ഈ ക്ലോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയി. ഞാൻ തിരിച്ച് ആ ഡേറ്റിന് മുമ്പ് തന്നെ ക്രിസ്മസിന് മുമ്പ് തന്നെ ഞാൻ ജോലിക്ക് കയറി. പിന്നെ അതുപോലെ ആ സമയം കോവിഡ് ആയതുകൊണ്ട് ഫ്ലൈറ്റെല്ലാം റെസ്ട്രിക്ഷൻ ആയിരുന്നു. ഞങ്ങൾ ദുബായിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് ആർക്കും സഹായിക്കാൻ വരാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ കൃപാസനം മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ ഏലിശബ പുണ്യവതിയെ പോയി 3 മാസം ശുശ്രൂഷ ചെയ്ത പോലെ എൻ്റെ മകളെയും സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇനി അതിൻ്റെ തെളിവായിട്ടായിരിക്കും എനിക്ക് ഡെലിവറി കഴിഞ്ഞ് കോംപ്ലിക്കേഷൻ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ BP ഭയങ്കരമായിട്ട് ഹൈ ആയി. മെഡിസിനൊക്കെ എടുത്തു. വീട്ടിൽ വന്നതിന് ശേഷം സ്ട്രോക്കിൻ്റെ എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു. കാര്യം ഈ ഹിപ്പിന് താഴോട്ട് ഒരു തളർന്ന അവസ്ഥ, കാഴ്ച പോയി മങ്ങിത്തുടങ്ങി, തലകറക്കം, ആകപ്പാടെ ബുദ്ധിമുട്ട്. ആ സമയം കോവിഡ് ഭയങ്കര പീക്കാണ്. ഒരുപാട് ഡെത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ ഹസ്ബൻഡും എൻ്റെ മെയ്ഡും മാത്രമേ ഉള്ളൂ. എനിക്ക് മൂത്ത ഒരു കുട്ടിയും കൂടെ ഉണ്ട്. ഹസ്ബൻഡ് എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടേഴ്സ് എല്ലാം സ്ട്രോക്ക് ആണെന്ന്, CVT സെറിബ്രൽ വീനസ് ത്രോംബോസിസ് ആണെന്ന് സസ്പെക്റ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് MRI സ്കാൻ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് CVT ഇല്ല. റേഡിയോളജി ഡോക്ടർ പറഞ്ഞു CVT ആണെന്ന്. പക്ഷേ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ വീണ്ടും അത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അസുഖമൊന്നുമില്ല. പ്രസ് എന്ന് പറയുന്നത് ചെറിയൊരു കണ്ടീഷനാണ്, അത് ഗ്രാജുവലി മാറിക്കോളൂ എന്ന് പറഞ്ഞ് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി അതിൽ നിന്ന്. രണ്ടാമത് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ അമ്മയുടെ ഈ തൈ ഭാഗത്ത് ഒരു പുറത്തോട്ട് ബൾജ് ചെയ്തൊരു മുഴ പോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുരിശ് വരച്ച ദിവസവും അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര വേദനയായിരുന്നു, ആൾക്ക് ഇരിക്കാനൊന്നും മേല. അങ്ങനെ ഒരു ദിവസം എഴുന്നേറ്റപ്പോഴത്തേക്ക് ആ ഒരു ഗ്രോത്ത് പൊഴിഞ്ഞ് ബെഡിൽ കിടക്കുന്നതായിട്ട് കണ്ടു. പിന്നെ മൂന്നാമത്തെ കാര്യം, പിന്നെ ഞങ്ങൾ ഓഗസ്റ്റിൽ നാട്ടിൽ വന്നു. ഒക്ടോബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും, അച്ഛൻ്റെ ധ്യാനം എല്ലാം കൂടും. സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടു. ചേച്ചി ഇവിടുന്ന് പത്രം വാങ്ങി പോകുന്ന വഴിക്ക് മടിച്ച് ബസ് സ്റ്റോപ്പിൽ എല്ലാവർക്കും കൊടുത്തു. പക്ഷേ അന്ന് ചേച്ചി ക്ഷീണിച്ച് കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് മാതാവിനെ പ്രത്യക്ഷപ്പെട്ടു, മാതാവിനെ കണ്ടുവെന്ന്. അങ്ങനെ എൻ്റെ കയ്യിലും കുറേ പത്രം ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു അപ്രതീക്ഷിതമായിട്ട് ഒരിടത്ത് പോയപ്പോൾ ഒരു പള്ളിയിൽ കയറാമെന്ന് വിചാരിച്ചു കയറി. അപ്പോൾ ഞാനോർത്തു എൻ്റെ ഇത്രയും ബാക്കി പത്രം ഉണ്ടല്ലോ, ഇവിടെ ഈ ഗ്രോട്ടോയുടെ ഫ്രണ്ടിൽ വെച്ചേക്കാം, ഒരുപാട് പേര് മാതാവിനെ പ്രാർത്ഥിക്കാൻ വരുന്ന ആരെങ്കിലും എടുത്തോട്ടെ എന്ന് ഓർത്തു.
പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചന് പത്രം കൊടുത്തു. എനിക്കവിടെ വെച്ചിട്ട് പോരാൻ തോന്നിയില്ല. പിന്നെ ഞാൻ ഓപ്പോസിറ്റ് അടുത്ത കടകളിലെല്ലാം കയറി കൊടുത്തു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ ഒന്ന് കാണാൻ വരണേന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എന്നും 5:30 അലാം വെച്ചാണ് എഴുന്നേൽക്കാറ്. അതിനു മുമ്പേ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ്, ദൂരെ ഒരു ആകാശത്തൊരു മഴവില്ലാണ്. അവിടെ കുറച്ച് ദൂരത്തായിട്ട് മഴവില്ലിന് താഴെ ഈ ചാരക്കളറിലെ മാതാവ് നിൽക്കുന്നതായിട്ട് അത് ഞാൻ കണ്ടു. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശ്വാസമായി മാതാവ് കൂടെ ഉണ്ടെന്ന്. അതുപോലെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, എനിക്കിത് കൃത്യമായിട്ട് നിറവേറ്റാനൊന്നും പറ്റത്തില്ല, പക്ഷേ സഹായിക്കണം അമ്മ എന്നെ ഇത് നിവർത്തിക്കാനായിട്ട്. പക്ഷേ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഉടമ്പടി പ്രാർത്ഥന, വൈകിട്ടത്തെ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ചെല്ലണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഒരു നല്ല തണുപ്പും ഒരു ഭയങ്കര മരവിപ്പും അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ അത് പല ദിവസങ്ങളിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. അപ്പം ഞാൻ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുമ്പോഴൊക്കെ എനിക്കിപ്പം ഈ ഉടമ്പടി തൈലം തേക്കുന്ന ആ പ്രാർത്ഥന ചെല്ലുന്ന സമയം മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു മരവിപ്പും ഒരു തണുപ്പും എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നു. ഞങ്ങൾ നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് ഞാൻ വീണ്ടും വരും. വലിയ നിയോഗങ്ങൾക്ക് ഞാൻ ഒരു വലിയ സാക്ഷിയായിട്ട് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കും. ഇത്രയേറെ അത്ഭുതങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പരിശുദ്ധമ്മയ്ക്ക് തിരുക്കുമാരന് 1000 നന്ദി പറയാം. സ്റ്റെഫിയോട് പറഞ്ഞ സാക്ഷി ഇതാണ്. സ്റ്റെഫിയുടെ സാക്ഷ്യം പറയാനുണ്ടായ ഇടയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉടമ്പടിയൊന്നും ചെയ്തിട്ടില്ല. അതായത് സ്റ്റെഫി 2ാമത്തെ കുഞ്ഞിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 11ാമത്തെ ആഴ്ചയായപ്പോൾ തന്നെ ഹൈ ബ്ലീഡിങ് ഉണ്ടായിട്ട് ശരിക്കും പറയുക യൂട്രസിൻ്റെ പകുതിയോളം അത് ബ്ലീഡിങ് ക്ലോട്ടായിട്ട് കിടക്കുവാണ്. അതുകൊണ്ട് അത് കുഞ്ഞ് അബോട്ടായി പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് സ്റ്റെഫിയുടെ അമ്മ ഇവിടുത്തെ എല്ലാ ഉടമ്പടികളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും ഇവിടുത്തെ ധ്യാനങ്ങൾ കൂടിയും ഒക്കെ ഇരിക്കുന്നൊരു അമ്മയായിരുന്നു. അപ്പോൾ അമ്മ ഈ മകൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അമ്മ പ്രാർത്ഥിച്ചതാണ്, ഡിസംബർ 25-ാം തീയതിക്ക് മുമ്പ് ഇതെല്ലാം മാറിയിട്ട് എൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടുകൂടി വീണ്ടും ജോലിക്ക് കയറാനായിട്ട് അനുവദിക്കണേന്ന്. അങ്ങനെ ഇരിക്കുന്ന ദിവസം രാത്രിയിൽ ഈ അമ്മ പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിട്ട് ഒരു ദിവസം രാത്രി സ്വപ്നം കാണുകയാണ്. അതായത് ഒരു വലിയ ബസ് ഒരു വാഹനമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് സ്ത്രീകളിങ്ങനെ കുറച്ച് ബ്ലഡ് ഇതായിട്ടുള്ള തുണികളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അതിനിടക്ക് ചാരനിറത്തിലുള്ള പരിശുദ്ധ അമ്മ മാതാവ് ഇങ്ങനെ കൃപാസനത്തിൻ്റെ മാതാവ് ഇങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അപ്പം അന്ന് ആ സ്വപ്നം കാണുന്ന ദിവസം തന്നെ സ്റ്റെഫിക്ക് ഹൈ ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ സ്റ്റെഫി മനസ്സിൽ ഉറപ്പിച്ചു, തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞ് അബോട്ടായി പോയിട്ടുണ്ടെന്ന്. പക്ഷേ പിന്നീട് സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് അന്ന് രാത്രി ഉണ്ടായിരുന്ന യൂട്രസിൽ കെട്ടിക്കിടന്നിരുന്ന ആ ഒരു പകുതിയോളം അത്രയും പോർഷൻ കിടന്നിരുന്ന ആ ബ്ലഡ് മുഴുവൻ പോയിട്ട് കുഞ്ഞ് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് അന്ന് അറിഞ്ഞത്. അതോടൊപ്പം തന്നെ സ്റ്റെഫിയുടെ അമ്മ പ്രാർത്ഥിച്ചായിരുന്നു, എൻ്റെ മകളെ എലിസബത്തിനെ അമ്മ മാതാവ് ശുശ്രൂഷിച്ചതുപോലെ എൻ്റെ മകളെ ശുശ്രൂഷിക്കണേ എന്നുള്ള രീതിയിൽ പറയണം. അത് കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും ഡെലിവറി കഴിഞ്ഞ സമയത്ത് സ്റ്റെഫിക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് പോലെ വന്നു. സ്ട്രോക്കല്ല എങ്കിലും അതിൻ്റെ എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അരയ്ക്ക് താഴത്തോട്ട് തളർന്നു പോകുന്നൊരവസ്ഥ, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പോകുന്ന അവസ്ഥ, ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ വീണ്ടും പരിശുദ്ധ അമ്മ മാതാവിനോട് ഇവർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് യാതൊരു കുഴപ്പവും കൂടാതെ CVTയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ മകൾക്ക് ആരോഗ്യത്തോടു കൂടെ ആയിരിക്കുവാനുള്ള വലിയൊരു കൃപ പരിശുദ്ധ മാതാവ് കൊടുത്തനുഗ്രഹിച്ചു. പിന്നീട് പറഞ്ഞു, ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ട് ഒരുപാട് തവണ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് എനിക്കൊരു അടയാളം തരണമെന്ന് പറയുമായിരുന്നു, നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പിന് വേണ്ടി. അപ്പം അങ്ങനെ ഒരു ദിവസം അവിചാരിതമായിട്ടൊരു ദേവാലയത്തിൽ ചെന്നപ്പോൾ ഓർത്തു ഇനി കുറച്ച് പത്രിക കൂടെ ഉണ്ടല്ലോ, അത് ഇവിടെ വെച്ചിട്ട് പോകാമെന്ന് കരുതിച്ചു. പിന്നെ ഓർത്തു ഇല്ല, ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കൊണ്ടു നടന്ന് കൊടുത്തപ്പോൾ അമ്മ മാതാവ് ദർശനത്തിൽ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഈ സഹോദരി എന്ത് ചെയ്തു, അവിടെ അടുത്തുണ്ടായിരുന്ന കടകളിലെ കൊണ്ട് ഈ പത്രിക കൊടുത്തിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവനാമഹത്വത്തിന് വേണ്ടി ഈശോ അറിയിക്കാൻ വേണ്ടി കൊടുത്ത് തിരിച്ചു വന്ന അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്, ഒരു മഴവില്ല് കണ്ടു, അതിൻ്റെ താഴെ ചാരനിറത്തിൽ കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള സ്വപ്നം കാണുകയും അലാമടിക്കുകയും കൃത്യം 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും എല്ലാം ഒരുപോലെ ആയിരുന്നു എന്ന് ഈ സഹോദരി പറഞ്ഞു. വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പറയുകയാണ്, വൈകുന്നേരങ്ങളിൽ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് നെറ്റിയിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മരവിപ്പും അതോടൊപ്പം തന്നെ നല്ലൊരു തണുപ്പും, അതായത് അത് എപ്പോഴൊക്കെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഉടമ്പടി പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥന ചെല്ലുന്ന സമയങ്ങളിൽ അത് സ്ഥിരമായിട്ട് എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി. അതായത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഹായവും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ അനുഭവിക്കാൻ തുടങ്ങി.
പിന്നെ പറഞ്ഞു അമ്മയ്ക്ക് ഇവിടെ ഹിപ്പിൻ്റെ ഇവിടെയായിട്ട് ഒരു നെല്ലിക്കായുടെ ഒപ്പം വലുപ്പം ഉണ്ടായിരുന്ന ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഈ അമ്മ ചെയ്യുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ കുറിച്ചിട്ട് അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അന്ന് കിടക്കാൻ നേരത്തും അതുപോലെ തന്നെ ഇപ്പോൾ വേദന ഉണ്ടായിരുന്നു, ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കിടക്കാൻ നേരത്ത് ആ മുഴയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്, ആ ബൾജ് തീരുന്ന വാട്ടിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയല്ലേ, അമ്മ മാതാവ് ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി എല്ലാവർക്കും ലഭിക്കുമെന്നുള്ളത് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രത്യേകത. അപ്പോൾ അത് പ്രാർത്ഥിച്ച് കിടന്ന് പിറ്റേ ദിവസം നോക്കിയപ്പോൾ അത് ബെഡിൽ അത്രയും ബൾജ് ചെയ്തിരുന്ന ആ ഭാഗം, ആ മുഴ പോലെ ഇരുന്നത് അത് അടർന്ന് നിലത്ത് കിടക്കുന്നു. അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ സ്റ്റെഫിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ഒരുപാട് അമ്മ മാതാവ് നൽകിയിട്ടുണ്ട്. ഇനിയും ഞാനിവിടെ വരും, സാക്ഷ്യപ്പെടുത്തും. എൻ്റെ എല്ലാ വേദനകളിലും അമ്മ എനിക്ക് സഹായമാകുമെന്നുള്ള ബോധ്യത്തിൽ ഇതേ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും അമ്മ മാതാവ് ഇവരുടെ എല്ലാ മേഖലകളെയും തൊട്ട് അനുഗ്രഹിക്കും. ഇവരുടെ ഭവനത്തിലേക്ക് അമ്മ കൂടെ ചെല്ലും, തീർച്ചയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ കരുതലിനും സ്നേഹത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. യേശുവേ ആരാധന.